ഇന്നത്തെ ഓരോ ഓരോ ഡയറക്ഷനിൽ ഓരോ ഏരിയ നാട്ടിൻപുറം എവിടെ നാട്ടിൻപുറം ഒരു വൈദ്യുതിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഡയറക്ഷൻ നാട്ടിൻപുറം ഇങ്ങോട്ടാണ് ഡയറക്ഷൻ ചെയ്യാൻ. അന്ന് ക്രിസ്ത്യാനികളുടെ ഒരു ആരാധന ഉണ്ടെന്ന് അറിയണമെങ്കിൽ അന്ന് അവർക്ക് അടയാളമായിരുന്നത് ഒരു മത്സ്യത്തെ വരച്ചു വയ്ക്കും. മത്സ്യം കണ്ടിട്ടുണ്ടോ? മത്സ്യത്തിൻ്റെതായ തലയാണ് ആരോ, മത്സ്യത്തിൻ്റെതായ ഒരു ചിഹ്നം അവർ വരച്ചു, പാറകളൊക്കെ കൊത്തി വെച്ചിരിക്കും. ആരോ ചിഹ്നം നോക്കിയിട്ട് അത് ആരോ എങ്ങോട്ടാണ് അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോകുമ്പോൾ അത് കുറച്ചു ദൂരം പോയി കഴിയുമ്പോൾ അടുത്ത പാറയിലോ അവിടെ എവിടെയെങ്കിലും അവിടെ വീണ്ടും ഒരു മത്സ്യം കാണാം. ആ മത്സ്യത്തിന്റെ തല നോക്കിയാണ് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇങ്ങോട്ടൊരു കൂടുകയറുണ്ട്. അങ്ങനെ ലക്ഷ്യമാക്കിയാണ് ദൈവമക്കൾ അന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അത് ചെന്ന് അവസാനിക്കുന്ന മിക്കവാറും ഞാൻ പറയുന്ന പോലെ ഇതുപോലുള്ള ചെറിയ കുടുകളിലൊക്കെ ആയിരിക്കാം. അങ്ങനെ വളരെ പീഡനത്തിൽ ഇപ്പോൾ കടന്നുപോയ ആദ്യം നൂറ്റാണ്ട് ദൈവസഭയാണ്. അങ്ങനെ ആയിരുന്ന സമയങ്ങളിലേക്ക് എന്നാലും അവര് ആ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നിലകൊണ്ടത് മുഖാന്തരമായിട്ട് നല്ല ഭവനത്തിൽ നിന്ന് ഒറ്റപ്പെട്ട അഥവാ ഭവനത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതായ അഥവാ വിധവമായ പലപ്പോഴും രക്ഷപ്പെട്ട് കളയുന്നതായ അവസ്ഥ ഉണ്ടായി. അതിന് പ്രകാരമാണ്, അതുകൊണ്ടാണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തികൾ ആദ്യം വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നപ്പോൾ ഭവനത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവരായി അവരുടെ ഉപജീവന ജീവിത സന്ധാരണത്തിന് വകയില്ലാത്തവരായി തീരുമ്പോൾ സഭയെടുത്ത തീരുമാനമാണ് അവരെ ഉൾക്കൊള്ളണം. അവർക്ക് വേണ്ടതായ ജീവസന്ധാരണത്തിന് വേണ്ടതായ ഉപാധികൾ കൊടുക്കുക എന്നുള്ളത് സഭയുടെ ദൗത്യമായിട്ടെടുത്തുകൊണ്ട് പലരും വെച്ച ഉപാധി എന്താണ് ചോദിച്ചാൽ സകലവും പൊതുവകയിൽ എണ്ണിക്കൊണ്ട് ചിലരൊക്കെ വെച്ചുകൊണ്ട് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ വെച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരിപാലിക്കാൻ വേണ്ടതായ കാര്യങ്ങൾ ചെയ്യണമെന്ന് സഭ ഏറ്റെടുത്ത് തീരുമാനിച്ചതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അയക്കുന്നത്. അതാണ് അപ്പോസ്തലന്മാരുടെ 2 അധ്യായങ്ങൾ കടന്നു വരുമ്പോൾ വീണ്ടും അത്